സാറ് കഴിഞ്ഞ ദിവസം ദുബായി പോയപ്പോഴും ഫ്ലൈറ്റ് ഫോബിയൊക്കെ ഉള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ അവർക്ക് ആ ഒരു ഇതിൽ ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ചെയർ ഇട്ടിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ള ഗൈഡൻസ് കൊടുക്കും. നമ്മൾ ആക്ഷൻ കാണിക്കുന്ന അനുസരിച്ച് ബോൾ പോപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ സിമുലേഷൻസും നമ്മൾ ടച്ച് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ സൗണ്ട് വരും. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തെ മാജിക് പ്ലാനറ്റിലാണുള്ളത്. അപ്പോൾ ഈ മാജിക് പ്ലാനറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് ആളുകൾ ഇനിയും വിസിറ്റ് ചെയ്യേണ്ട കേരളത്തിൽ ഒരു മനോഹരമായ അല്ലെ ഏറ്റവും നല്ലൊരു പ്ലേസ് ആണെന്നാണ് പറയാൻ. ഇപ്പോൾ ഞാനും വളരെ റീസെൻ്റായിട്ടാണ് മാജിക് പ്ലാനറ്റൊക്കെ വിസിറ്റ് ചെയ്തത്. പക്ഷേ ഇന്ന് ഞാൻ മാജിക് പ്ലാനറ്റ് വന്നപ്പോൾ ഞാൻ കണ്ട ഒരു വെർച്വൽ റിയാലിറ്റി റൂം, അതായത് മസ്തിഷ്കരമായ വൈകല്യങ്ങൾ നേരിടുന്ന കുട്ടികൾ, എസ്പെഷ്യലി ഓട്ടിസം, സെർവൽ പാൾസി, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ മെൻ്റൽ റിട്ടാർഡേഷൻ, അങ്ങനെയുള്ള പല രീതിയിലുള്ള ബുദ്ധിപരമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു സെറ്റപ്പ്, ഒരു VR റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അതായത് ഇപ്പം ഒരു ഫ്ലൈറ്റിൽ പോകാനും പേടിയുള്ള ഒരു കുട്ടിക്ക് അവരിവിടെ ഈ ഒരു എൻവയറമെൻറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു എൻവയറമെൻറ്റായിട്ട് അഡാപ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള എന്താണ് കിടിലൻ ഒരു വെർച്വൽ റിയാലിറ്റി റൂമാണ് നമ്മൾ അടുത്തായിട്ട് പ്രേക്ഷകർക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം സർവീസുകൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഇത്തരം വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി അത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് വേൾഡ് ക്ലാസ് നിലവാരമുള്ള അത്തരത്തിലൊരു വെർച്വൽ റിയാലിറ്റി റൂമാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് പരിചയപ്പെടുത്തുകയാണ്, ഇവിടുന്ന് മാഡം ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ആണല്ലേ. എന്താണ് പേരെന്താണ്? സ്നേഹ. അവിടെ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ആണ്. മാഡം ഇതിൻ്റെ എന്താണ് ഇപ്പോൾ കോർഡിനേറ്ററാണ്. കോർഡിനേറ്ററാണ്. അപ്പോൾ മാഡം നമുക്കെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് വെർച്വൽ റിയാലിറ്റിയാണ്. ഇതിലിപ്പോൾ ഓൾറെഡി ഒരു 360 എബോവ് സിമുലേഷൻസ് ഓൾറെഡി ഇൻസ്റ്റോൾഡ് ആണ്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കുട്ടിയുടെ സറൗണ്ടിങ് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി നമുക്കിതിലുണ്ട്. ഇതിലിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ ഒരു ഫ്ലൈറ്റ് ഫോബിയ ഉള്ള കുട്ടിയാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, പലതരത്തിലുള്ള സിമുലേഷൻസ് ഉണ്ട്. സെൻസറി ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്കുള്ള സിമുലേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ ഇപ്പോൾ ഫ്ലൈറ്റ് ഫോബിയ ഉള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ ഇവിടെ ട്രെയിനിങ് കൊടുക്കും. ഇപ്പോൾ സാറ് കഴിഞ്ഞ ദിവസം ദുബായി പോയപ്പോഴും ഫ്ലൈറ്റ് ഫോബിയൊക്കെ ഉള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ അവർക്ക് ആ ഒരു ഇതിൽ ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് കൊണ്ടുപോയത്. നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ചെയർ ഇട്ടിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ള ഗൈഡൻസ് കൊടുക്കും. നമ്മൾ ആക്ഷൻ കാണിക്കുന്ന അനുസരിച്ച് ബോൾ പോപ്പ് ചെയ്യും. അവിടെ ഇരുന്നിട്ട് ഇവിടെ വരുമ്പോൾ പുതിയൊരു ലോകത്തേക്കാണ് അവരെത്തുന്നത്. അപ്പോൾ ഇതിൽ വരുമ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. സെൻസറി ഇഷ്യൂസ് ഉള്ള കുട്ടികളാണെങ്കിലും നമ്മൾ ആദ്യം അവരോട് ചെയ്യാൻ നമ്മൾ പറയും. അപ്പോൾ അവർ മടി പിടിച്ചിരുന്നാലും പിന്നെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ഇൻട്രസ്റ്റിംഗ്. ഒരു സെൻസറി നമ്മൾ ടച്ച് ചെയ്യണനുസരിച്ച് ബബിൾസ് വരും, ടച്ച് ചെയ്യുന്നതനുസരിച്ച് സെൻസർ. അപ്പോൾ ഇത് ആദ്യം കുട്ടികൾ ചിലപ്പോൾ പിടിക്കാൻ കയറാനൊക്കെ പേടിയായിട്ട് നിൽക്കുമായിരിക്കും. പക്ഷെ നമ്മളൊന്ന് പ്രാവശ്യം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇതിപ്പോൾ പുറത്തുനിന്ന് തന്നെ ഇതും നമ്മൾ പുറത്തുനിന്ന് തന്നെ കുട്ടികൾക്കും ഇതും കൊടുക്കും. ഒരു സെഷൻ 40 മിനിറ്റ്സ് ആയിരിക്കും. 40 മിനിറ്റ്സ് വെച്ച് നമ്മൾ VR-ലും സെഷൻസ് കൊടുക്കും. ഇല്ല, നമ്മൾ ചിലപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കാനും പറ്റും. ഇതിലിപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റി വരുമ്പോഴേക്കും ഗ്രൂപ്പ് ആക്ടിവിറ്റിയും കൊടുക്കും, ഇൻഡിവിജ്വൽ സെഷൻസും കൊടുക്കും. ഇപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണെങ്കിൽ ഇത് പോപ്പ് ദ ബബിൾസ് എന്ന് പറയും. അപ്പോൾ ഇതിൽ ബബിൾസ് നമ്മൾ പോപ്പ് ചെയ്യണതനുസരിച്ച് അവിടെ ടൈമർ പോലെ ടൈം മാറും. ഇവിടെ കോയിൻസ് അവിടെ വരും. അപ്പോൾ ഇത് അവർക്കൊരു എൻകറേജ്മെൻ്റ് ആണ്. മറ്റാളെ കൂടുതലും ഞാൻ പൊട്ടിക്കണം, ആ ഒരു എൻകറേജ്മെൻറ്റ് അങ്ങനെ വന്ന് ചെയ്യും. കോമ്പറ്റീഷൻ പോലെ. അപ്പോൾ ഇത് ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കും. പിന്നെ നമ്മൾക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഫുട്ബോളാണ്. ഇവിടെ ബോൾ വരും ഇവിടെ. പിന്നെ ഇപ്പോൾ ഒരു ലിവിങ് റൂമിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് അതിനുള്ള സിമുലേഷൻസ് ഉണ്ട്.
ഇപ്പോൾ ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് ആണെങ്കിൽ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൻ്റെ സിമുലേഷൻസ് ഉണ്ട്. ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഉണ്ട്, മെട്രോ ഉണ്ട്, ഡ്രൈവിംഗ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഒരു റിലാക്സേഷനാണ്. റോഡ് ക്രോസിങ്ങിൻ്റെ ആയിട്ടില്ല. ഇത് ഒരു 360 ഡിഗ്രിയാണ്, നമുക്കിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ആ ഗാർഡനിങ് ഇതിൽ കുറച്ച് സിമുലേഷൻസ് ഉണ്ട്. ഇതെല്ലാം റിലാക്സിങ്ങിന് വേണ്ടി. ഇത് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഡ്രൈവിംഗ് ഉണ്ട്. ഇപ്പോൾ ഈ ഡ്രൈവിങ്ങിലാകുമ്പോഴും നമ്മൾ ആ ഒരു ചെയർ ഇട്ട് ഇരുത്തിയിട്ട് കൈയും തലയും പുറത്തിടരുത്, അങ്ങനത്തെയുള്ള ഗൈഡൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കും. അല്ലല്ല, നമുക്ക് നമ്മുടെ നാട്ടിലുള്ളത് വേണമെങ്കിൽ ഇപ്പം നമ്മുടെ കൂട്ടിയുടെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണോ ആ അറ്റ്മോസ്ഫിയർ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി നമുക്ക് ഇതിലുണ്ട്. അതുപോലെ തന്നെ ഈ സിമുലേഷൻസും നമ്മൾ ടച്ച് ചെയ്യുന്നതനുസരിച്ച് ഇതിന്റെ സൗണ്ട് വരും. അല്ലല്ല, ഈ ഹോൺ